നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി വരാനിരിക്കെ കേസിലെ പ്രധാന തെളിവുകളിലൊന്ന് കൊച്ചിയിലെ കോടതി വളപ്പിൽ കാട് പിടിച്ചു കിടക്കുന്നുണ്ട്. നടിയെ ആക്രമിക്കാൻ പൾസർ സുനിയും സംഘവും ഉപയോഗിച്ച ട്രാവലറാണ് എല്ലാത്തിനും സാക്ഷിയായി തുരുമ്പെടുത്ത് കിടക്കുന്നത്. കൃത്യം നടത്താൻ പ്രതികൾ എത്ര സൂക്ഷ്മമായാണ് പദ്ധതിയിട്ടതെന്ന് ഈ വാഹനം പറയും. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നാളെ വിധി എന്താകുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. ഈ കേസിലെ ഏറ്റവും പ്രധാന തൊണ്ടി എനിക്ക് പിന്നിൽ കാണുന്ന ഈ വാഹനമാണ്. KL 60A9338 നമ്പർ ഫോഴ്സ് ട്രാവലർ. ഈ ട്രാവലർ ഉപയോഗിച്ചാണ് നടിയുടെ വാഹനത്തിൽ ഇടിച്ച് പ്രതികൾ അപകടമുണ്ടാക്കിയത്. 2017 ഫെബ്രുവരി 17 അങ്കമാലി അത്താണിയിൽ വെച്ചാണ് പ്രതികൾ ഈ അപകടമുണ്ടാക്കുന്നത്. നടി സഞ്ചരിച്ച കാറിലേക്ക് ഈ ട്രാവലർ ഇടിച്ചാണ് ഈ അപകടം സൃഷ്ടിക്കുന്നത്. പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ ഈ ട്രാവലറിനകത്താണ് സഞ്ചരിച്ചിരുന്നത്. അപകടമുണ്ടാക്കിയ ശേഷം ഈ ട്രാവലറിലുണ്ടായിരുന്ന 2 പ്രതികൾ പുറത്തേക്കിറങ്ങി നടിയുടെ കാറിലേക്ക് കയറി. അവരുടെ കാറിൽ വെച്ച് തന്നെ അവരെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. നടിയെ തട്ടിക്കൊണ്ടുപോയി ഈ വാഹനത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. കൃത്യം നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രതിയായ പൾസർ സുനി കടുത്തുരുത്ത് സ്വദേശിയിൽ നിന്നും വാടകയ്ക്കെടുത്തതായിരുന്നു ഈ വാഹനം. കാറ്ററിംഗ് സർവീസിന് ഉപയോഗിച്ചിരുന്ന ഫോഴ്സ് ട്രാവലർ ഉപയോഗിച്ചാണ് പ്രതികൾ നടിയുടെ വാഹനത്തിൽ ഇടിച്ച് അപകടമുണ്ടാക്കിയത്. കുറ്റകൃത്യം നടത്താനുള്ള സൗകര്യത്തിനായി പൾസർ സുനി ഈ ട്രാവലറിന്റെ ഉൾവശത്ത് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. എന്നാൽ പ്ലാൻ ചെയ്തതുപോലെ നടിയെ ട്രാവലറിലേക്ക് എത്തിക്കാൻ കഴിയാതെ വന്നതോടെയാണ് പദ്ധതികൾ പാളിയത്. അങ്ങനെയാണ് ട്രാവലറിൽ നിന്ന് പ്രതികൾ ഇറങ്ങി നടിയുടെ കാറിലേക്ക് കയറി അവിടെ വെച്ച് അവരെ ആക്രമിച്ചത്. ഒപ്പം നിന്നവർ ഒറ്റുകാരായി മാറിയ അതിനാടകീയ സംഭവങ്ങൾക്കുൾപ്പെടെ സാക്ഷിയായ കേസാണ് നടി ആക്രമിക്കപ്പെട്ട കേസ്. സംഭവം നടന്ന് 8 വർഷത്തിനിപ്പുറം കേസിൽ കോടതി വിധി പറയുമ്പോൾ എല്ലാത്തിനും സാക്ഷിയായി ഈ വാഹനം കലൂരിലെ കോടതി വളപ്പിലുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.